തമിഴ്നാട് മാർത്താണ്ഡത്തെ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി അൻസിജിയുടെ ആത്മഹത്യയിൽ ഒളിവിൽ കഴിയുന്ന അധ്യാപകർക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 6 അധ്യാപകരെയാണ് ഇനി പിടികൂടാനുള്ളത്. അറസ്റ്റിലായ കോളേജ് പ്രിൻസിപ്പൽ ഷീജയെ റിമാൻഡ് ചെയ്തു. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ മാസം 14-ാം തീയതിയാണ് കോളേജിന്റെ 3-ാം നിലയിൽ നിന്ന് ചാടി അൻസിജി ജീവനൊടുക്കിയത്. ഗോപാൽ ഷീലാസനൽ വിവരങ്ങളുമായി ചേരുന്നു. ഗോപാൽ, ഈ സംഭവം നടന്നിട്ട് ഇത്രയും ദിവസങ്ങളായി, ഇനിയും അധ്യാപകരെ കിട്ടാനുണ്ട് എന്നറിയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും 6 അധ്യാപകരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. ഈ കേസിൽ നേരിട്ട് പങ്കുള്ള 6 പേരാണ് ഇവർ നിലവിൽ ഒളിവിൽ കഴിയുകയാണ് എന്നതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതേസമയം തന്നെ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള പ്രിൻസിപ്പൽ ഷീജയെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ തക്കല വനിതാ ജയിലിലാണ് ഷീജ നിലവിൽ ഉള്ളത്. കാരണം പ്രധാനമായും ഭീഷണിപ്പെടുത്തൽ, ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നിവയാണ് ഈ ഷീജയും ഒളിവിലുള്ള ബാക്കി 6 അധ്യാപകർക്കും എതിരെ ചുമത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 14-ാം തീയതി കോളേജ് കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ അൻസിജി പിന്നീട് മരണപ്പെടുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതര ആരോപണമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. വലിയ തരത്തിൽ, അതായത് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള മാനസിക പീഡനം തങ്ങളുടെ മകൾ ഈ ക്യാമ്പസിൽ നിന്ന്, പ്രത്യേകിച്ച് അധ്യാപകരിൽ നിന്നും ഈ അറസ്റ്റിലായ ഷീജയിൽ നിന്നും നേരിട്ടിരുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ക്ലാസ് മുറിയിൽ ഫോൺ ഉപയോഗിച്ചു എന്ന് കാട്ടി പ്രിൻസിപ്പൽ അടക്കം നേരിട്ട് വിളിച്ചു വരുത്തി പലതവണ അപമാനിക്കുന്ന സ്ഥിതിയുണ്ടായി. ഈ പെൺകുട്ടി അൻസിജി താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ അൻസിജി ഉണ്ടായിരുന്നപ്പോഴും അൻസിജി റൂമിൽ ഇല്ലാത്തപ്പോഴും എല്ലാം തന്നെ മൊബൈൽ ഫോണിന് വേണ്ടി പരിശോധന നടത്തി. അതിനുശേഷം ഫോൺ കിട്ടാതെ വന്നതോടുകൂടി തന്നെ വലിയ രീതിയിൽ ഹരാസ് ചെയ്തുവെന്നും തനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നും കാട്ടി സുഹൃത്തുക്കൾക്ക് അൻസിജി അയച്ച ഓഡിയോ സന്ദേശം അടക്കം ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നു. അതോടുകൂടി തന്നെയാണ് ഈ വിഷയത്തിൽ വലിയ തരത്തിലേക്കുള്ള അറസ്റ്റിലേക്ക്, അല്ലെങ്കിൽ അന്വേഷണം കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടി പോലീസ് നിർബന്ധിതരായത്. പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന ഒരു പരാതിയാണ് ഈ ഘട്ടത്തിൽ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ നിലവിൽ അന്വേഷിക്കുന്ന കരിങ്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ കേസ് അന്വേഷണം മാറ്റണമെന്നും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നേരിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നതുമാണ് ഈ കുടുംബത്തിന്റെ പ്രധാനമായിട്ടുള്ള ആവശ്യം. ആ ആവശ്യം പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള അടുത്തഘട്ട നടപടികളിലാണ് ഇപ്പോൾ അൻസിജിയുടെ കുടുംബം ഉള്ളത്. മറുവശത്ത് 6 അധ്യാപകർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നു എന്ന് പോലീസും വിശദീകരിക്കുന്നുണ്ട്. ഉടൻ തന്നെ, അധികം വൈകാതെ ഉടൻ തന്നെ ഈ 6 പ്രതികളെയും ബാക്കി പിടികൂടും, അധ്യാപകരെയും പിടികൂടും എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ 7 ദിവസമായി ഏതാണ്ട് ഈ അപകടം നടന്നിട്ട് ഈ 7 ദിവസമായിട്ടും എന്തുകൊണ്ട് ഈ പ്രതികളെ പിടിക്കാൻ സാധിക്കുന്നില്ല? പോലീസ് ഇവർക്ക് ഒളിവിൽ കഴിയാനുള്ള സാഹചര്യം ഒരുക്കുന്നു, പിടികൂടാതെ രക്ഷപ്പെടാനുള്ള, ഈ കേസിൽ നിന്ന് ഊരിപ്പോകാനുള്ള ഒരു സാവകാശം നൽകുന്നു എന്ന പരാതിയാണ് ഇതിനോടകം തന്നെ ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ആ കുടുംബത്തിന്റെ പരാതികൾ കൂടി കേട്ടുപോകണം എന്ന ആവശ്യം കൂടി അവർ പലതവണയായി ആവർത്തിക്കുന്നുണ്ട്. എന്താണെങ്കിലും പ്രതികൾ ഇപ്പോഴും കാണാമറയത്താണ്. അവർക്ക് 6 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഗോപാൽ ഷീലാസനലാണ് വിവരങ്ങൾ നൽകിയത്.